ചടങ്ങിന് വേണ്ടി പള്ളിയിലും അമ്പലത്തിലൊക്കെ വെച്ച് നടത്തും. ഈവൻ എൻ്റെ വിവാഹത്തിന്റെ സമയത്ത് പോലും പള്ളിയിൽ വെച്ച് കല്യാണം നടത്തുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഒരിക്കൽ പോലും പ്രാർത്ഥിച്ചിട്ടില്ല ദൈവമേ ഈ വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണ് അതിനോട് കരുണ തോന്നണമെന്ന്, അല്ലെങ്കിൽ അതിനുള്ള കൃപ തരണമെന്ന്. കാരണം അതൊക്കെ എൻ്റെ കഴിവ് എന്നുള്ളതായിരുന്നു എൻ്റെ ചിന്ത മുഴുവൻ. ഒരു മനുഷ്യനാൽ അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് മറ്റു വ്യക്തിയുടെ കുറവുകളെ അംഗീകരിച്ച് അയാളെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തുക എന്നുള്ളത്. എല്ലാവർക്കും എന്താണോ നെഗറ്റീവ് അതിലേക്കായിരിക്കും നമ്മുടെ കണ്ണുകൾ. ആ കുറവുകളാണ് നമ്മൾ ആദ്യം എണ്ണി പറയുക. അവിടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കണ്ണുകൾ കാണില്ല. ഇവിടെയാണ് നമുക്ക് ദൈവം എന്ന അദൃശ്യ ശക്തിയുടെ ഒരു സഹായം വേണ്ടി വരുന്നത്. അപ്പോഴാണ് നമ്മൾ ആ പള്ളിയിലും അമ്പലത്തിലും ഒക്കെ വെച്ച് നടത്തുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കുന്നത്. പലപ്പോഴും ഭാര്യാഭർത്തൃ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ മൂന്നാമതൊരാളെ, അത് ചിലപ്പോൾ റിലേറ്റീവ്സ് ആവാം, അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് സെന്റർ ആയിരിക്കാം, അങ്ങനെയുള്ളതിൻ്റെ സഹായം നമ്മൾ തേടി പോകാറുണ്ട്. എന്നുള്ളൊരു പെർമനന്റ് സൊല്യൂഷൻ നമ്മൾ ഒരിക്കലും കാണാറില്ല. ഒരു മനുഷ്യനെ മീഡിയേറ്റർ ആയിട്ട് നിർത്തുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമുക്ക് ഒരു ദൈവകൃപ, ദൈവത്തിന് നമ്മളുടെ ആ കുടുംബ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ മാറ്റങ്ങൾ നമുക്ക് സ്വയം കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ജീവിത പങ്കാളിയെ കുറവുകളോട് കൂടി തന്നെ നമ്മൾ അംഗീകരിക്കുകയും